നമുക്കിന്ന് കൂർക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് നമ്മുടെ കൂർക്കയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മഞ്ഞപ്പൊടിയിലിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ കളർ മാറില്ല കേട്ടോ. അപ്പം ഞാനതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ചു. ഞാൻ കടുക് പൊട്ടിക്കാറില്ല കേട്ടോ മെഴുക്കുവരട്ടി ആയതുകൊണ്ട്. അതുകൊണ്ട് ചെറിയുള്ളിയും നമ്മുടെ കാന്താരിയും വറ്റൽമുളകും കരിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണേ. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് എല്ലാത്തിൻ്റെ പച്ചമണം മാറിയാൽ മാത്രം മതി. ഇതിലേക്ക് ഞാൻ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച കൂർക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നമ്മൾ ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചില കൂർക്കയ്ക്ക് വേവ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ടൈം കൂടെ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.